ജയിപ്പിച്ചുവിട്ട മണ്ഡലത്തിൽ അവിടുത്തെ MP എത്തുന്നതും വലിയ വാർത്തയാണ് മാധ്യമങ്ങൾക്ക്. മാധ്യമങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. MP മാർ ഇങ്ങനെ വല്ലപ്പോഴും വന്ന് വിസിറ്റ് ചെയ്തിട്ട് പോകുന്നവർ ആണെങ്കിൽ ഇത്തരം വാർത്തകൾ കൊടുക്കുന്നതിനും പ്രാധാന്യമുണ്ട്. പറഞ്ഞു വരുന്നത് വയനാട് MP പ്രിയങ്ക ഗാന്ധിയെ പറ്റിയാണ്. പ്രിയങ്ക 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് വയനാട്ടിൽ എത്തുന്നത്. ഇടയ്ക്ക് വയനാട്ടിലേക്ക് ഒന്ന് വരുന്നത് പ്രിയങ്കയ്ക്കും രാഹുൽ ഗാന്ധിക്കും ഒക്കെ നല്ലതാണ്. കേരളത്തിന്റെ കാലാവസ്ഥയും തണുപ്പും ഒക്കെ ആസ്വദിക്കാൻ എത്രയോ വിദേശികൾ കേരളത്തിലേക്ക് വരുന്നുണ്ട്. ഒരു MP എന്ന പരിഗണന കൂടി ഉള്ള സ്ഥിതിക്ക് കുറച്ചുകൂടി പോലീസ് പ്രൊട്ടക്ഷനും സുരക്ഷിതത്വവും ഒക്കെ കിട്ടും. ചുളുവിന് കേരളത്തിന്റെ സൗന്ദര്യം ആസ്വദിച്ച് തിരിച്ചു പോവുകയുമാകാം. രാഷ്ട്രീയ സന്ദർശനം എന്ന പേരിൽ അത് പൊള്ളിക്കുകയും ചെയ്യാം. വയനാട്ടിലെ ജനങ്ങളുടെ ഒരു ഗതികേട് പറഞ്ഞാൽ തീരില്ല. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും ഒക്കെ ജയിപ്പിച്ചതെന്നറിയില്ല. ഇടയ്ക്കിങ്ങനെ വേനൽ മഴ പോലെ രാഹുലും പ്രിയങ്കയും വരും, കുറച്ച് വാർത്താ പ്രാധാന്യമൊക്കെ കിട്ടും, തിരികെ പോകും. വയനാട് വന്യജീവി സങ്കേതത്തിലേക്കുള്ള ആംബുലൻസിന്റെ താക്കോൽ കൈമാറ്റം, മൊബൈൽ ഡിസ്പെൻസറിക്കുള്ള താക്കോൽ കൈമാറ്റം, ഇത് രണ്ടുമാണ് പ്രിയങ്കയുടെ സന്ദർശനത്തിന്റെ ഉദ്ദേശം. ഒരു MP ആയിരുന്നു കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ നാടിനു വേണ്ടി ചെയ്യാൻ കഴിയും. വയനാട് മുഴുവനും ഒന്ന് കണ്ടിട്ട് പോലുമില്ല പ്രിയങ്ക ഈ നിമിഷം വരെ. വല്ലപ്പോഴും വിദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങി വരുമ്പോൾ യാത്രാക്ഷീണം മാറ്റാൻ വേണ്ടി വയനാട് വരെ വന്നു പോകുന്നതല്ലാതെ വയനാടിന്റെ യാതൊരു വികസന പ്രവർത്തനങ്ങളെ പറ്റിയും ഇല്ലായ്മകളെ പറ്റിയും വല്ലായ്മകളെ പറ്റിയും പ്രിയങ്കയ്ക്ക് അറിയുമോ എന്ന് ചോദിക്കണം. പ്രിയങ്കയെ പോലെ ഗാന്ധി കുടുംബത്തിൽ നിന്ന് ഒരാൾ കേരളത്തിലേക്ക് MP ആയിരിക്കുന്ന സ്ഥിതിക്ക് വരുമ്പോൾ കേരളത്തിലെ കോൺഗ്രസുകാർക്ക് കൊട്ടും കുരവയുമായി ഇറങ്ങാം. അത്തരത്തിൽ വലിയ വാർത്താ പ്രാധാന്യം നേടാം. അതിൽ കൂടുതൽ എന്താണ് കേരളത്തിലെ ജനങ്ങൾക്ക് പ്രിയങ്കയും രാഹുലും ചെയ്തു കൊടുത്തത്? കൽപ്പറ്റ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് കേന്ദ്രവും കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലിനെയും കൂടി സന്ദർശിച്ച ശേഷം നാളെ പ്രിയങ്ക ഡൽഹിയിലേക്ക് മടങ്ങിപ്പോകും. അല്ല, ഇതിപ്പോ ഇങ്ങോട്ടേക്ക് തിരക്കിട്ട് ഓടി വരാൻ മാത്രം വയനാട്ടിലെ ജനങ്ങൾ പ്രിയങ്കയെ കാണാൻ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്ന ഒന്നുമില്ല. വയനാട്ടിലൊരു വലിയ ദുരന്തം ഉണ്ടായത് പ്രിയങ്ക അറിഞ്ഞിട്ടില്ല. അവിടെ ടൗൺഷിപ്പ് ഉയർത്താൻ വേണ്ടി കേരള സർക്കാർ അഹോരാത്രം പണിയെടുക്കുന്നത് പ്രിയങ്ക അറിഞ്ഞിട്ടില്ല. അവിടുത്തെ ജനങ്ങൾക്ക് അർഹതപ്പെട്ട പണം കേന്ദ്രം പിടിച്ചു വെച്ചത് പ്രിയങ്ക അറിഞ്ഞിട്ടില്ല. അത്തരത്തിൽ യാതൊന്നും പ്രിയങ്ക അറിഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് അമ്മായി വീട് സന്ദർശിക്കുന്ന പോലെ ഇടയ്ക്ക് ഇങ്ങോട്ട് എത്തി നോട്ടം? വെറുതെ മണ്ഡലം വഴി ഒരു പര്യടനം നടത്തി തിരിച്ചു പോകുന്നതിന്റെ ഉദ്ദേശം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തന്നെയാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വയനാടിനെ അവഗണിക്കുന്ന MP ആയ പ്രിയങ്ക ഗാന്ധിയും മുൻ MP രാഹുൽ ഗാന്ധിയും ഒരു ചർച്ചാ വിഷയമാകാതിരിക്കാനുള്ള കാലേക്കൂട്ടിയുള്ള ബുദ്ധിപരമായ കോൺഗ്രസുകാരുടെ ആശയമാണ് പ്രിയങ്കയുടെ ധൃതിപ്പെട്ടുള്ള കേരള സന്ദർശനം. കേരളത്തിൽ വരുന്ന വഴിക്ക് റോഡ് അപകടം കണ്ടു എന്നും അവർക്ക് പ്രാഥമിക ചികിത്സ നൽകി ആശുപത്രിയിൽ എത്തിച്ചു എന്നുള്ള ഒരു സഹായം ചെയ്തു എന്നൊക്കെ വലിയ വാർത്തകൾ കാണാനുമിടയായി. അങ്ങനെയെങ്കിലും കേരളത്തിന് വേണ്ടി, കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു എന്ന് പ്രിയങ്കയ്ക്ക് തിരികെ പോകുമ്പോൾ ആശ്വസിക്കാം. എന്തിനാണ് വന്നതെന്നോ എന്തിനാണ് തിരികെ പോകുന്നതെന്നോ പ്രിയങ്കയ്ക്ക് അറിയില്ല. പക്ഷേ പ്രിയങ്കയുടെ വരവ് തുടരും.